വോട്ട് ചെയ്തായിരുന്നോ? വോട്ട് ചെയ്തു. എങ്ങനെ തോന്നുന്നു ഇന്നിപ്പോ രാവിലെ? പതിവില്ലാതെ എല്ലാ ബൂത്തിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ. ഈ രാവിലെ സാധാരണ ഇത്രയും ആളൊന്നും കാണാറില്ല. പക്ഷെ നമ്മുടെ ബാക്കിയുള്ള ചാനലെല്ലാം നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടിംഗ് ശതമാനം കൂടുമെന്നാണ് രാവിലെ തന്നെ നല്ല തിരക്ക്. ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യുള്ളൂ. ഞാൻ രാവിലെ നമ്മുടെ കർമാനോസിന്റെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ സരസ്വതി വിദ്യാലയത്തിൽ ചെന്നപ്പോൾ 6:45 തന്നെ ഒരുവിധം കുറച്ച് ആൾക്കാർ, എനിക്ക് തോന്നുന്നു 100-100 ആൾക്കാർ അപ്പോഴേ ക്യൂലായിട്ടുണ്ട് അല്ലേ? അത് ശരിക്കും ഒരു നല്ലൊരു സൈനാണ്. ഒരു കാരണം ഒരു പക്ഷേ പലത്തെ ചൂട് കൊണ്ടായിരിക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. അപ്പം അതിനു മുമ്പ് തന്നെ ഈ വെയിൽ ഉദിക്കുന്നതിന് മുന്നേ പോയി വോട്ട് ചെയ്യാന്നുള്ള ഒരു കാരണം. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല കനത്ത പോളിംഗ് ഇവിടെ വരുന്നുണ്ട്. അതിനൊരു കാരണമുണ്ടായിരുന്നു. നരേന്ദ്രമോദിനെയും BJP-നെയും താഴെ ഇറക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കൂട്ടമായിട്ട് പോയി വോട്ടിംഗ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ. ഇത്തവണ അതിന്റെ കൂടെ തന്നെ അങ്ങനെയുള്ള ആ കൂട്ടർ ഇപ്പോഴും ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നരേന്ദ്രമോദി അവിടെ കാണണം എന്നുള്ള അങ്ങനെയുള്ള ആളുകളും വരുന്നുണ്ട്. അതുകൂടെയാണ്. അപ്പം സ്വാഭാവികമായിട്ടും 80% മുകളിലേക്ക് വോട്ടിന്റെ ആ ഒരു ശതമാനം ഉയരും അല്ലെ? എനിക്ക് തോന്നുന്നത് ഞാൻ പോയി ഇപ്പൊ 2-3 സ്കൂളിൽ 2-3 ബൂത്തുകളിൽ ഇപ്പൊ പോയിടത്തൊക്കെ സ്ത്രീകളുടെ എണ്ണം രാവിലെ ഒരുപാട് കൂടുന്നുണ്ട്. സാധാരണ ആൾക്കാർ ജോലിയൊക്കെ ചെയ്ത് ഒന്ന് ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പോകാന്ന് വിചാരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള സ്ത്രീകൾ. പക്ഷെ സ്ത്രീകളാണ് രാവിലെ അധികമായിട്ട് തോന്നുന്നത്. അപ്പൊ അത് തന്നെ ഒരു നല്ല ഒന്നും ഇറങ്ങാത്ത അല്ലെ ബസ്സിൽ നിന്നൊന്നും ഇറങ്ങാത്ത ചില രാഷ്ട്രീയ നേതാക്കളും മഹാന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഈ സിംപ്ലിസിറ്റിയുടെ അങ്ങേയറ്റത്തെ ലെവലിലേക്ക് പോകുന്ന നമുക്ക് കാണാം. വീടിന്റെ അവിടുന്ന് നടന്നു വന്നിട്ട് അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടു. പിണറായി വിജയൻ നടന്നു പോയിട്ട് വോട്ട് ചെയ്യുന്നു. അല്ല, ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം ഇന്ന് എത്ര നടന്ന് കാണിച്ചാലും ശരി, ആ 40 കാറും ആ ഇത്രയും ആൾക്കാരെയും കൂട്ടിപ്പോയതൊന്നും ആരും മറക്കാൻ പോകുന്നില്ല. അതല്ലല്ലോ, മറക്കേണ്ട കാര്യം അതല്ല. ഈ ഒരു കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ നവകേരള യാത്ര നടത്തിയില്ലേ? അതെ. അപ്പൊ അത്രയും എത്ര 1.25 കോടി 2 കോടിയുള്ള വിലയുള്ള ഒരു ബസ്സായിരുന്നു. ആ ബസ്സിൽ നിന്ന് ഇറങ്ങി 4 സ്റ്റെപ്പ് പോലും നടക്കാൻ മടിയായിട്ട് കണ്ട സ്കൂളിന്റെ എല്ലാം അതിന് പൊളിച്ചിട്ട് അതിനകത്ത് വരെ ബസ് കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. ആ മനുഷ്യൻ ഇന്ന് ആളുകളുടെ മുന്നിൽ കൂടെ നടന്നു വന്നിട്ട് വോട്ട് ചെയ്തിട്ട് പോയത്. ഇന്ന് അദ്ദേഹം വികസന നായകന്റെ റോള അഭിനയിക്കുകയാണ്. എന്നിട്ട് ക്ഷമയോടെ ക്യൂവിൽ നിൽക്കുന്നു. ഉള്ളിൽ എന്തായിരിക്കോ പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, നമ്മൾ അദ്ദേഹത്തിന്റെ ക്ഷമാശീലം നമ്മൾ കണ്ടതാണ് അല്ലെ? ഒരു വേദിയിൽ തന്നെ ഒരു പാവം സ്ത്രീയെ ഒരു ആങ്കർ ചെയ്യുന്ന ആ ഒരു അവരോട് പോലും എത്ര അദ്ദേഹത്തിന് ഒരു ചെറിയ സമയം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കമന്റ് പറഞ്ഞപ്പോ പോലും ഒരു കമന്റ് ആയിട്ട് ഒരു പോസിറ്റീവ് കമന്റ് പോലും അസംഷൻ്റെ കണ്ടത്. കഴിഞ്ഞ ദിവസം വിമർശനത്തിനെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു മാധ്യമപ്രവർത്തനെ ചെറ്റത്തരം എന്ന് പറഞ്ഞു ആ മനുഷ്യൻ ഇന്ന് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട്. അതെ അതെ, ഇന്ന് ആരെങ്കിലും വീട്ടുകാരൊക്കെ നേർച്ചിട്ടുണ്ടാവും ഇന്ന് അദ്ദേഹം എവിടെ പോയിട്ടും പ്രശ്നം ഉണ്ടാക്കരുത് എന്ന്. അതായിരിക്കും ഒരു പക്ഷേ നല്ല കാഴ്ച. നമ്മൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ മുമ്പുള്ള ഇലക്ഷനിൽ അന്ന് ഭയങ്കരമായിട്ട് രീതിയിൽ ട്രോൾ ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ നാട്ടിലെ അവിടെ അദ്ദേഹത്തിന്റെ ധർമ്മടത്ത് അവിടുത്തെ ഒരു ബൂത്തിൽ ഇദ്ദേഹം വോട്ട് ചെയ്യുന്നു. അപ്പൊ ആ സ്കൂളിന്റെ ഭിത്തിയും മറ്റു ഇതും കണ്ടിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ എന്താന്ന് പറയാ അത്രയും വൃത്തികെട്ട രീതിയിലിരുന്നു. ഇത്തവണ കുറച്ച് ഭേദമുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് പെയിന്റ് അടിച്ച് കുറച്ച് നാൾ മുമ്പ് പെയിന്റ് അടിച്ചാണ്. എന്തായാലും അന്നത്തെക്കാളും ഭേദമുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ അന്ന് ഈ സ്കൂളിനെ പറ്റി ഇവര് തള്ളിപ്പറിച്ചുകൊണ്ടിരുന്ന എല്ലാം ഒറ്റ ചിത്രത്തിൽ പോയിരുന്നു. പക്ഷെ വേറൊരു കാര്യം രാജേഷ് പറഞ്ഞ പോലെ ആദ്യത്തെ മണിക്കൂറിൽ നായകന്മാരുടെ പ്രവർത്തനം, നായകന്മാരുടെ രീതി അതൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. അതെ, അങ്ങനെ കുറെ മണ്ടന്മാരെ അവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ പിണറായി നടന്നു വന്നിട്ട് വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നെല്ലാവരും അദ്ദേഹത്തോട് ഇച്ചിരി അങ്ങ് ബാക്കിലോട്ട് ചിന്തിച്ചവർ അയ്യോ നമ്മുടെ മുഖ്യമന്ത്രി ഇതാ നടന്നു പോകുന്നു, നമുക്ക് നമ്മുടെ വോട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് ചിന്തിക്കും. മലയാളികൾ നല്ലൊരു ശതമാനം അരണയുടെ സ്വഭാവമുള്ളവരാണ്. അവര് 10 ദിവസത്തിന് ചുറ്റുമുള്ള സംഭവം അവർ ഓർക്കും. ഈ വോട്ടിന്റെ 10 ദിവസത്തിന് 2-3 മാസം മുമ്പുള്ള കാര്യം അവർ മറന്നു. അതുകൊണ്ടാണ് ഇത്രയേറെ സ്കൂളിന്റെ മതിലുകൾ ഇടിച്ചു പൊളിച്ചിട്ടും ഈ ബസ് കൊണ്ട് അകത്തിട്ട് ആ കാര്യം അവര് നമ്മൾ പറയുമ്പോഴായിരിക്കും അവർ ഓർക്കുന്നത് അങ്ങനെ നടന്നല്ലോ. അപ്പൊ എന്തായാലും അതെല്ലാവരും മനസ്സിലാക്കട്ടെ അല്ലേ? പിന്നെ വേറെ എന്താണ് നമുക്ക് ഇന്നത്തെ ദിവസം തെരഞ്ഞെടുപ്പ്? പൊതുവെ ഇന്നത്തെ ദിവസം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ അവസാന മിനിറ്റുകളിൽ പോലും ഇവിടെയുള്ള മാധ്യമങ്ങളടക്കം പറയുന്നത് രാജ്യം ബഹുഭൂരിപക്ഷം ആളുകളും നരേന്ദ്രമോദി തന്നെ തുടരണം എന്ന്. പക്ഷേ ഇവിടെ ചിഹ്നം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ചില കൂട്ടരുണ്ട്. പക്ഷെ അവരിപ്പോഴും അവരെ വിശ്വസിക്കുന്ന കുറച്ച് കൂട്ടരുണ്ട്. ഒരു മണ്ടന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ വിശ്വസിപ്പിക്കുന്നത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളതാണ്.
ഓക്കെ, അപ്പൊ അതിന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിലര് ചിലപ്പോ എന്തെങ്കിലും പണി ഒപ്പിച്ചാൽ ആണ് അല്ലേ? എന്തായാലും നമുക്ക് തുടർന്ന് വരാം. എന്തായാലും എല്ലാവരും ഇപ്പോ നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ കാലാവസ്ഥ കുറച്ച് ചൂടാണ്, നമുക്ക് ചൂട് കാണുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അധികം ചൂടാവുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പോയി അവരവരുടെ വോട്ട് രേഖപ്പെടുത്തുക. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എല്ലാവരും പിണറായി വിജയനെ പോലെ നടന്നു പോയി. അതെ, അടുത്ത സ്കൂളൊക്കെ ആണെങ്കിൽ നടന്നു തന്നെ പോവാം. കാരണം വികസന നായകനൊപ്പം നമുക്കും പോകാം അല്ലെ? ഇത്ര മതിലുകളൊക്കെ ഇടിച്ചെങ്കിലും അദ്ദേഹം ഇന്ന് വികസനത്തിന്റെ പാതയിലാണ് പോകുന്നത്.